അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തേലും എടുത്തത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു നോക്കൂ. 9ാമത്തെ ചാപ്റ്ററില് ഇലാഫത്ത് ഫസ്റ്റ് പാർട്ടിൽ എടുത്തത് എന്താണ്? ഇലാഫത്താ? അല്ല, ഇലാഫത്തൊക്കെ കഴിഞ്ഞ വിശേഷണം ഒന്നാമത്തെ നാമവിശേഷ നാമവിശേഷണ എന്താന്ന് പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ, അതായത് ഒരു നാമത്തിന്റെ നാമവിശേഷണാണെന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്? 4 കാര്യത്തില് ഒരുപോലെ ആ 4 കാര്യത്തിൽ 2 നാമം യോജിച്ച് വരുന്ന ആ 4 കാര്യങ്ങൾ എന്തൊക്കെ? നമ്പർ, ആ 2 ജെൻഡർ, നമ്പർ പറഞ്ഞാല് ഏകവചനാണോ ദ്വിവചനാണോ? ദ്വിവചനാണോ ബഹുവചനാണോ നോക്കാം. പിന്നെ ജെൻഡർ പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നോക്കാം. പിന്നെ മൂന്നാമത്തേത് ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്. അതായത് ഡെഫിനിറ്റ് ആണെങ്കിൽ ഒരു നാമം ഡെഫിനിറ്റ് ആണെങ്കിൽ അതിന്റെ നാമവിശേഷണം എന്തായിരിക്കണം? ഡെഫിനിറ്റ് ആയിരിക്കും. മറ്റേത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ഇതും ഇൻഡെഫിനിറ്റ് ആയിരിക്കും. പിന്നെ എന്താണ് നാലാമത്തേത്? നൗൺ എൻഡിങ്. നൗൺ എൻഡിങ്. ഒരു നാമത്തിന്റെ അവസാനം എന്താണ് അതിന്റെ അതേ അവസാനം തന്നെ ആയിരിക്കണം അതിന്റെ വിശേഷണത്തിന്. അപ്പൊ ഇങ്ങനെ 4 കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എന്ത് ചെയ്യണം? ഈ 4 കാര്യത്തിലും 2 എണ്ണം യോജിച്ച് വരും. എന്നാലേ അത് എന്താവുള്ളൂ? അതിന്റെ നാമവിശേഷണം ആവുള്ളൂ. പിന്നെന്താ പഠിച്ച അതിന് നാമവിശേഷണത്തിന് എന്തിനാ അറബിയിൽ പറയാം? നഅത്ത്. വിശേഷിക്ക മറ്റേതിന് എന്തിനാ പറയാ? ഖബറല്ല, മനൂത്ത്. മനൂത്ത്. മനൂത്ത് പറഞ്ഞാൽ എന്താ? വിശേഷിക്കപ്പെടുന്നത്. ഏതിനെയാണ് ഇപ്പൊ ഇവിടെ താജിറുൻ ഒനിയെന്നാണ്. എന്താ? ധനികനായ കച്ചവടക്കാരൻ. അപ്പൊ ഇവിടെ എല്ലാത്തിലും യോജിച്ച് വന്നിട്ട് 4 കാര്യത്തിൽ യോജിച്ച് വന്നിട്ട്. അപ്പൊ ഈ ഒനിയ് ധനികൻ ആരെയാണ് വിശേഷിക്കപ്പെട്ടത്? ഇവിടെ താജിറിനാണ്, കച്ചവടക്കാരനാണ് വിശേഷിക്കപ്പെട്ടത്. അപ്പൊ അതാണ് മനൂത്ത്. ഓക്കെ, പിന്നെന്താ പഠിച്ചത്? പിന്നെ അവസാനം, അതായത് നാമവിശേഷണ അഡ്ജക്റ്റീവ്സിന് ആന്ന് വരുന്നതിൽ എന്തുണ്ടാവില്ല. അതായത് നമ്മൾ പറഞ്ഞ് അതായത് ഒരു നാമത്തിന് നാമവിശേഷണമാണെങ്കിൽ എന്താ വേണം? എല്ലാത്തിന്റെ ഈ 4 കാര്യത്തിൽ യോജിച്ച് വരണം. ഓക്കെ, അവസാനം ആന്ന് വരുന്ന അഡ്ജക്റ്റീവ്സ് അഥവാ നാമവിശേഷണത്തിന് എന്താ ഉണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. തെൻവീൻ അല്ല, തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തോലിബുൻ കസ്ലാനും ആണ്. അപ്പൊ ഇവിടെ തോലിബുൻ ആണെങ്കിൽ ഇവിടെ കസ്ലാനും ആണ്. പക്ഷെ എന്താണ് ഇത്? കസ്ലാനോ ഈ അഡ്ജക്റ്റീവ് എന്താണ്? ഈ നാമവിശേഷ അവസാനം ആനു എന്നാണ്. അതിനെക്കൊണ്ട് എന്ത് വരില്ല? തെൻവീനെ വരില്ല. അപ്പം തോലിബുൻ കസ്ലാനോ എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പഠിച്ചിനല്ലോ, യൗമ പറഞ്ഞാൽ പുതിയ പദങ്ങൾ പഠിച്ചു. അൽ യൗമ പറഞ്ഞാൽ എന്താ? യൗമ, അൽ യൗമ, അൽ യൗമ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാട്ടോ. അൽ യൗമ എന്തെങ്കിലും പറയുന്നത് മനസ്സിലാവുന്നില്ല. അൽ യൗമ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടുഡേ, ഇന്നേ ദിവസം. അൽ യൗമു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ദ ഡേ, ദിവസം, ദ ഡേ ആണ്. പക്ഷെ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അൽ യൗമ, മീമിനെ ഫതഹിട്ട് വായിക്കണം. ദ ഡേ വായിക്കണമെങ്കിൽ, അതായത് ടുഡേ ആണെങ്കിൽ അൽ യൗമ, ദ ഡേ ആണെങ്കിൽ അൽ യൗമു. ഓക്കെ, അത് മാറിപ്പോവരുത്. അൽ യൗമ ആണെങ്കിൽ ടുഡേ, ഇന്നേ ദിവസം. അൽ യൗമു പറഞ്ഞാല് ദ ഡേ, ദിവസം. ഓക്കെ, അത് മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ ഇതുവരെ ഹോംവർക്ക് ചെക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗം ഉണ്ടോ? അധികം ആൾക്കാർ ഹോംവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെ കാണുന്നുണ്ട്. എത്ര തിരുത്തി കൊടുത്തിട്ടും അത് ഹോംവർക്കിൽ പിന്നെ മാറ്റുന്നില്ല.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതെ, അലിഫിന് ഓർമ്മയില്ല. എന്ത് അതെ, ഒരു ഞാൻ ഉദാഹരണം എന്റെ പറയുകയാണെങ്കിൽ പാലിക്കാന്നുള്ളതാണ്. ആ ഒരു മിസ്റ്റേക്ക് അത് ദാലിക്ക എന്നുള്ളതിന് കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. ദാല് കഴിഞ്ഞിട്ട് അത് നീട്ടാനുള്ളത് ഞാന് നമ്മൾ നോക്കി പ്രൊനൗൺസിയേഷനിൽ കഴിവുകൊണ്ടാണ്. ഉണ്ടെങ്കിലും പ്രൊനൗൺസിയേഷനിൽ ഉണ്ടെങ്കിലും അത് എയ്ത്തിൽ പാടില്ല. അത് ഹാദ ദാലിക്കയിലൊക്കെ അത് പറഞ്ഞത്. പിന്നെ അറിയാതെ ഒന്നാമത് യൂസ് മറ്റൊരു കൂടുതൽ. കാര്യം ഹംസ ഇടുന്നത്, അലിഫിന്റെ കൂടെ ഹംസ ഇടുന്നത് ഒരാളിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അപ്പൊ അത് ഹംസ ഇടാനുള്ളോട്ട് ഹംസ ഇടണം. ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിലൊക്കെ നിങ്ങൾ എക്സാം ഇടുമ്പോൾ ഹംസ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഒന്നായിട്ട് കട്ട് ചെയ്യും. അപ്പൊ ഹംസ ഇടാനുള്ളോട്ട് ഹംസ ഇടന്നെ വേണം അലിഫിന്റെ കൂടെ. ഓക്കെ, അപ്പൊ അതിന് എഴുതുമ്പോ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ഓക്കെ. ഇവിടെ ഈ ചാപ്റ്റർ, അതായത് 9th ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് ബിയിൽ പറയാൻ പോകുന്നത് എന്താണ്? അല്ലതി എന്നതിന്റെ പ്രയോഗം. അല്ലതി പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പൊ അല്ലതി എന്നുള്ളത് എന്താണ്? സിംഗുലർ പേഴ്സൺ പുല്ലിംഗവുമാണ്. അതിന്റെ സ്ത്രീലിംഗത്തിന്റെ രൂപം പിന്നെ പഠിക്കും. പിന്നെ അല്ലതി പറഞ്ഞാൽ എന്താണ്? അല്ലതി എന്നതിന്റെ അർത്ഥം എന്താണ്? ദ വൺ ഹു, യാതൊരുവൻ എന്നാണ് അർത്ഥം. എന്ത്? ദ വൺ ഹു, യാതൊരുവൻ. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുക. അതായത് ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു വാക്യത്തിനോ ഒരു രണ്ട് വാക്യത്തിനോ തമ്മിൽ എന്തെങ്കിലും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് അല്ലതി എന്ന് ഉപയോഗിക്കുക. മനസ്സിലായോ? അല്ലതി എന്തിനാണ് ഉപയോഗിക്കാന്? അത് ചിലപ്പോ അത് മനുഷ്യന്മാർ ഉപയോഗിക്കാനായിരിക്കാം. പിന്നെ എന്താണ് അത്, എന്താ പറയാ, മനുഷ്യന്മാര്, മൃഗം, പിന്നെ ഒരു സാധനത്തെ ഒക്കെ അത് നമ്മളിപ്പോ ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനെ സൂചിപ്പിക്കാനാണെങ്കിൽ അതിന്റെ അർത്ഥം ദ വൺ ഹു എന്നാണ് അർത്ഥം വരുന്നത്. ദ വൺ ഹു. പക്ഷെ അത് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു സാധനത്തെ സൂചിപ്പിക്കാനാണെങ്കിൽ വിച്ച് എന്ന അർത്ഥം വരാം. വിച്ച്. മനസ്സിലായോ? അല്ലതി എന്ന അർത്ഥം ദ വൺ ഹു എന്നാണ്. അത് ഒരു മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ ദ വൺ ഹു, യാതൊരുവൻ. പക്ഷെ അല്ലതി എന്ന ഒരു മനുഷ്യനെ അല്ല മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ, ഒരു ജീവനില്ലാത്ത സാധനത്തെ സൂചിപ്പിക്കാനാണെങ്കിൽ എന്താ ഉപയോഗിക്കുക? വിച്ച് എന്ന അർത്ഥത്തിലാണ് അത് വരാം, അല്ലതി എന്നത്. അത് ഇവിടേക്ക് നിങ്ങൾ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചാപ്റ്റർ വായിച്ചു പോവല്ലേ? ഓക്കെ. ഈ അധ്യാപകൻ എവിടെ? വേർ ഈസ് ദ ടീച്ചർ? അപ്പൊ എന്താ പറയുന്നത്? ഹുവ ഫിൽ ഫസിൽ. ഹി ഈസ് ഇൻ ദി ക്ലാസ് റൂം. അവൻ എവിടെയാണ്? ക്ലാസ് റൂമിലാണ് ഉള്ളത്, ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പൊ ഫീ വന്നാൽ എന്താണ്? അടുത്ത നാമത്തിന് എന്ത് വേണം? ഫീക്ക് ശേഷം വരുന്നതിന് എന്ത് വേണം? കസറ് കൊടുക്കണം. ഹുവ ഫിൽ ഫസിലി. അദ്ദേഹം ക്ലാസ്സിലാണ്, ക്ലാസ് റൂമിലാണ്. ഹുവ ഐനൽ മുദദ്ദിസുൽ ജദീദു. പുതിയ അധ്യാപകൻ എവിടെ? ആൻഡ് വേർ ഈസ് ദി ന്യൂ ടീച്ചർ? അപ്പൊ ഇവിടെ എന്താണ്? അൽ മുദരിസു ജദീദു എന്താണ്? അൽ മുദരിസു ജദീദു എന്താണ്? ഇവിടെ അൽ മുദരിസുൽ ജദീദു നാമവിശേഷണം. എന്താ വെച്ചാൽ നാല് കാര്യത്തിൽ എന്ത് ചെയ്ത് രണ്ട് യോജിച്ച് വന്നു. അപ്പൊ എന്താണ്? ഈ നാമത്തിന്റെ വിശേഷണമാണ് എന്ത്? അൽ ജദീദ് എന്നുള്ളത്. അപ്പൊ എന്താണ്? ഇത് നാമവിശേഷണമാണ്. അപ്പൊ ഇവിടെ ഹുവ ഇന്ദൽ മുദീരി, അവൻ എവിടാണ്? പുതിയ അധ്യാപകൻ എവിടാണ്? ഹുവ ഇന്ദൽ മുദീരി, അദ്ദേഹം എവിടെയാണ്? ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ്. അപ്പൊ ഇന്ത എന്താണ്? ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശേഷമുള്ള നാമത്തിന് എന്തായിരിക്കണം? കസറ് കൊടുക്കുക. കാരണം അതെന്താണ്? ഇലാഫത്താണ്. അധ്യാപകന്റെ അല്ല, ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത്, അവിടെ ഇലാഫത്താണ്. അപ്പം സ്ഥാനം, അളവ്, തൂക്കം, ഇതൊക്കെ ഇങ്ങനത്തെ പദങ്ങൾ വരുമ്പോ അതിന് ശേഷമുള്ള നാമത്തിന് എന്തായിരിക്കണം? കസറ് കൊടുക്കണം. അപ്പൊ ഇന്താന്നുള്ളത് എന്താണ്? ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കാനുള്ള ഒരു പദമാണ്. അപ്പൊ അതിന് ശേഷം വരുന്നതിന് എന്ത് കൊടുക്കണം? കസറ് കൊടുക്കണം.
കാരണം എന്താണ് ഇത് ഇലാഫത്താണ്. അതിന്റെ വാക്കർത്ഥം എന്താണ്? എന്താന്ന് പറയുമ്പോ മലയാള അർത്ഥം എന്താണ്? ഇന്ത പറയുമ്പോ അടുത്ത് ഹുവ ഇന്ദൽ മുദീരി, ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ്. ഹുവ അല്ല, ഇന്ദൽ അത് മുദീരി, ഒരു ഡൗട്ട് ഉണ്ട്. ഹുവ വിശേഷണ ഇന്ദൽ ചോദിച്ചോട്ടെ. ടീച്ചർ, ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഈ ആ വിശേഷണത്തിന്റെ 4 കാര്യങ്ങള് ഒത്തുവരണമെന്ന് പറഞ്ഞില്ലേ? ആ 4 വരണോ അതോ 2 ഒത്തുവരേണ്ട ഒരു വേർഡില്? അല്ല, നാലെണ്ണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 2 ഒന്നുമല്ല, ആ 4 കാര്യങ്ങളും ഒത്തുവരണം. അതിൽ ആ 1 2 ഒത്തു വന്നാൽ പോരെ, 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒത്തുവരണം. ആ അപ്പൊ ഇവിടെ മുദരിസും ജദീദും പറഞ്ഞ അല്ലുണ്ട്. ഇവിടെ എന്താണ് ഫസ്റ്റത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, നമ്പർ മുഫ്രദ് ഏകവചനാണ്. അപ്പൊ മുദരിസ് എന്നുള്ളത് ഏകവചനാണ്, ജദീദ് എന്നുള്ളത് ഏകവചനാണ്. അടുത്തത് ഏതാണ് പറഞ്ഞത്? ജെൻഡർ. ലിംഗം, ആ ജെൻഡർ. മുദരിസ് എന്നുള്ളത് എന്താണ്? പുല്ലിംഗാണ്. ജദീദ് എന്നുള്ളത് പുല്ലിംഗാണ്. ആ പിന്നെ അടുത്തത് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ നോക്കാം. അൽ മുദരിസ് എന്താണ്? ഡെഫിനിറ്റ് ആണ്. ജദീദ് എന്നുള്ളത് എന്താണ്? ഡെഫിനിറ്റ് ആ ആണ്. പിന്നെ ഇതിന്റെ അവസാനത്തെ അടയാളം എന്താ? ലൊമ്മാണ്. ഇതിന്റെ അവസാനത്തെ അടയാളം എന്താണ്? ലൊമ്മാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ 4 ഏതെങ്കിലും 1 2 ഒത്ത് വന്നാൽ യോജിച്ച് വന്നാൽ പറയും. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം? 4 യോജിച്ച് വരണം. എന്നാലും അതെന്താവുള്ളൂ? നാമവിശേഷണം ആവുള്ളൂ. ഓക്കെ. അല്ലില്ലാന്നുണ്ടെങ്കില് അല്ലില്ലാത്ത വേർഡാണെങ്കിൽ 2 അല്ലില്ലാത്ത വേർഡായിരിക്കണം അല്ലെ? ഇൻഡെഫിനിറ്റ് ആ ആ ആയിരിക്കണം, ആ അങ്ങനെയല്ലേ? ആ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ 2 ഇൻഡെഫിനിറ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. അടുത്തത് ഹുവ ഇന്ദൽ മുദീരി, അദ്ദേഹം എവിടാണ്? അദ്ദേഹം പറയുന്നത് ഇവിടെ അധ്യാപകനായതുകൊണ്ട് കേട്ടോ. അദ്ദേഹം എവിടാണ്? ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ്. അടുത്തത് ഐന താലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി എവിടെ? വേർ ഇസ് ദ ന്യൂ സ്റ്റുഡന്റ്? പുതിയ വിദ്യാർത്ഥി എവിടെ? അപ്പൊ ഇവിടെ എന്താ? തോലിബു അൽ ജദീദ് എന്താണ്? തോലിബിന്റെ വിശേഷനാണ് എന്താ? അൽ ജദീദ്. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്ത് യോജിച്ച് വന്നിക്കണം ഇവിടെ. അൽ തോലിബു അൽ ജദീദ്. ദഹബ ഇലൽ മക്തബത്തി, എവിടേക്കാ പോയത്? ദഹബ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദഹബ പോയി. ആര് പോയി? ദഹബ പറയുമ്പോ എങ്ങനെ അർത്ഥം പറയണമെന്ന് ഞാൻ പറഞ്ഞത്? അതിന്റെ ഉള്ളിൽ എന്ത്? അവൻ പോയി. അവൻ പോയി. അവൻ അവൻ എന്നുള്ളൊരു സർവനാമം എന്ത് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ തന്നെ പറയണം. അവൻ പോയി തന്നെ അർത്ഥം പറയണം. പോയി മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. അവൻ പോയി എന്ന് തന്നെ അർത്ഥം പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓരോ ക്രിയകളും പിടിച്ചു തരുന്നത്. അപ്പൊ ദഹബ എന്ന് പറയുമ്പോ പോയി എന്നല്ല പറയണ്ടേ, അവൻ പോയി എന്ന് പറയണം. കാരണം എന്താ? ദഹബ എന്നുള്ളത് എന്താണ്? ഒരു പുല്ലിംഗാണ്. അതിനുള്ളിൽ ഹുവ എന്നൊരു സർവനാമം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അവൻ പോയി എന്ന് പറയണം. അപ്പൊ ദഹബ ഇലൽ മക്തബത്തി, അവൻ എവിടേക്കാ പോയത്? ലൈബ്രറിയിലേക്ക്. അൽ മക്തബ് പറഞ്ഞാല് ഓഫീസ് അല്ല. അൽ മക്തബത്ത് പറഞ്ഞാല് ലൈബ്രറി. ലൈബ്രറിയിലേക്ക് അവൻ ലൈബ്രറിയിലേക്ക് പോയി. ഓഫീസിന് എന്താ പറയാ? മക്തബ്, ഓഫീസിന് മക്തബ്. മക്തബ് സുക്കൂന് മക്തബ്. മക്തബ്. ഇപ്പൊ ടേബിളിനോ? ഓഫീസിന് ഒരു മിനിറ്റ്. ഓഫീസിന് മക്തബ് എന്നാ പറയാ. മക്തബത്ത് എന്താണ്? മക്തബത്ത് ലൈബ്രറിക്കാണ് പറയാ. അപ്പൊ ടേബിള് മക്തബുൻ അല്ലേ? ടേബിളിലെ തോവിലത്തിൽ. അല്ല, ആദ്യത്തെ ഇത് നോക്കി, ആദ്യത്തെ പേജ്, ഫസ്റ്റ് പേജില് ഹാദാ മക്തബുൻ. അത് മക്തബ് എന്നുള്ളത് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിനും പറയും. അതായത് നമ്മൾ മക്തബ് എന്നുള്ളത് നമ്മൾ ഓഫീസ് എന്താണ് ഉപയോഗിക്കുന്നത്? എന്താ പറയാ, നമ്മൾ എഴുതാൻ ഓഫീസ് വർക്ക് ചെയ്യാനല്ലേ. അപ്പൊ മക്തബ് എന്നുള്ളത് ടേബിളിനായിട്ട് ഉപയോഗിക്കും. അത് ഞങ്ങൾക്ക് ക്ലിയർ ആക്കണമെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതെങ്ങനെയാന്ന് മനസ്സിലാക്കാന്നുള്ളത്. ഫസ്റ്റത്തെ പേജിലല്ലേ? അത് മക്തബ് എന്നുള്ളത് ടേബിളിന് പറയും, പിന്നെ ഓഫീസിന് പറയും. അതെന്തോ ഓഫീസ് പറഞ്ഞാൽ മക്തബ് പറഞ്ഞാൽ എന്താണ്? എഴുതാൻ ഉപയോഗിക്കുന്ന സ്ഥലല്ലേ, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ മക്തബത്ത് പറഞ്ഞാല് ലൈബ്രറിയാണ്. ഓക്കെ. ദഹബ ഇലൽ മക്തബത്തി, അവൻ എവിടേക്കാ പോയത്? ഇലൽ മക്തബത്തി, ലൈബ്രറിയിലേക്കാണ് പോയത്. പിന്നെ അടുത്തത്
മൻ ദാലിക റജുലു ത്വവീലു അല്ലദീ ഖറജൽ ആന മിനൽ മദ്രസതി. അപ്പം മൻ ദാലിക ആരാണ് അത്, അർ റജുലു ത്വവീലു നീളമുള്ള പൊക്കമുള്ള ത്വവീല് പറഞ്ഞാൽ എന്താണ്? പൊക്കമുള്ള നീളമുള്ള പുരുഷൻ. അപ്പൊ മൻ ദാലിക റജുലു ത്വവീലു ആ പൊക്കമുള്ള മനുഷ്യൻ പുരുഷൻ ആരാണ്? ആ റജുല് പറഞ്ഞ പുരുഷൻ. അപ്പൊ ഇവിടെ എന്താണ്? അല്ലദി ദ വൺ ഹു യാതൊരുവൻ, അല്ലദി ഖറജ പുറപ്പെട്ട, അൽ ആൻ ഇപ്പോൾ, മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്. അപ്പൊ എന്താണ് ഇവിടെ? സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട ആ ആ നീളമുള്ള പൊക്കമുള്ള പുരുഷൻ എവിടെ? ആ പൊക്കമുള്ള സ്കൂളിൽ നിന്ന് പുറപ്പെട്ട സ്കൂളിൽ നിന്ന് പുറപ്പെട്ട പൊക്കമുള്ള പൊക്കമുള്ള ആ മനുഷ്യൻ എവിടെ? അപ്പൊ ഇവിടെ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? ഹു ഇസ് ദാറ്റ് ടോൾ മാൻ? എവിടെ ആരാണ് സോറി, മൻ ദാലിക റജുലു ആരാണ് ആ പുരുഷൻ? റജുലു ത്വവീൽ. അപ്പൊ റജുലു ത്വവീൽ എന്താണ് ഇവിടെ? നാമവിശേഷനാണ്. റജുലു ത്വവീലു പൊക്കമുള്ള മനുഷ്യൻ എവിടെ? മനുഷ്യനല്ല, മനുഷ്യൻ ആരാണ്? അല്ലദീ ഹറജ പുറപ്പെട്ടവനായ, അല്ലദീ ഹറജ പുറപ്പെട്ടവനായ. അല്ലദീ പറയുമ്പോ ഒറ്റക്ക് പറയുമ്പോ യാതൊരുവൻ. അല്ലദീ ഹറജ പുറപ്പെട്ടവനായ, അൽ ആൻ ഇപ്പോൾ, മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്, സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ പൊക്കമുള്ള നീളമുള്ള പുരുഷൻ ആരാണ്? ആ പുരുഷൻ ആരാണ്? മൻദാലിക ആ പുരുഷൻ ആരാണ്? അപ്പൊ എന്താണ് ഇവിടെ? ഹറജ എന്ന ഈ ഫ്രേസും ഈ റജുലു ത്വവീൽ എന്ന ഈ സെന്റൻസും കൂടിയിട്ട് എന്താണ്? ബന്ധിപ്പിച്ചതാണ്. അതായത് ഈ ഹറജ എന്നതും ആ റജുലു ത്വവീൽ എന്നത് എന്താണ്? കണക്ട് ചെയ്യിപ്പിച്ചത് എന്താണ്? അല്ലദി എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതായത് റിലേഷൻ കൊടുക്കുന്ന, ബന്ധിപ്പിക്കുന്ന. അതായത് ഇവിടെ എന്താണ്? ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ പൊക്കമുള്ള ആ പുരുഷൻ ആരാണ്? അപ്പൊ ആ റജുലു ത്വവീലും ഹറജയും തമ്മിൽ ബന്ധിപ്പിച്ചത് എന്താണ്? അല്ലദി എന്ന ഈ ഇതാണ്, ഈ വാക്കാണ് റിലേറ്റീവ് പ്രോനൗൺ. ഇതിന് ഇംഗ്ലീഷിൽ പറയാം റിലേറ്റീവ് പ്രോനൗൺ എന്നാണ്. അപ്പൊ അങ്ങനെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയാ? അല്ലദി റിലേറ്റീവ് പ്രോനൗൺ. ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് സ്കൂളിൽ നിന്ന് പുറപ്പെട്ടവനായ പൊക്കമുള്ള ആ മനുഷ്യൻ ആരാണ്? അപ്പൊ എന്താണ് ഇവിടെ? പുറപ്പെട്ടവനായ എന്ന അർത്ഥം. അപ്പൊ ഈ റജുലു ത്വവീലും ഹറജി തമ്മിൽ ബന്ധിപ്പിച്ച പദാണ് എന്ത്? അല്ലദി എന്നത്. മനസ്സിലായില്ല? അല്ലദി എന്നതിന്റെ പ്രയോഗം എന്താണെന്ന്? സെന്റൻസ് അല്ല, ഫ്രേസും ആവാം. ഹറജ എന്നുള്ളത് എന്താണ്? ഒരു സെന്റൻസ് അല്ലല്ലോ. ഹുവൽ മുദീറുൽ ജദീദു അവൻ ആരാണ്? അദ്ദേഹം ആരാണ്? ഹുവൽ മുദീറുൽ ജദീദു ഹുവൽ മുദീറുൽ ജദീദു അദ്ദേഹം പുതിയ ഹെഡ് മാസ്റ്റർ ആണ്. ഹി ഈസ് ദി ന്യൂ ഹെഡ് മാസ്റ്റർ. അടുത്തത് വമനിൽ വലതു സഈറു അല്ലദീ ഖറജൽ ആന മിനൽ ഫസിലി. വമനിൽ വലതു, വമനി നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ വാക്ക് എന്താ അർത്ഥം അറിയാം? ആൻഡ് എന്നുള്ളതിന് എന്നുള്ളതാണ്. അത് ശരി, നമുക്ക് സെന്റൻസിൽ പറയാൻ കഴിയില്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ എന്താണ്? ആൻഡ് എന്നുള്ള അർത്ഥമാണ്. വമനിൽ വലതു ആൻഡ് ഹു ഈസ് ദ ചെറിയ ആൺകുട്ടി. പറഞ്ഞാല് ചെറുത്, അൽ വലത് പറഞ്ഞാല് ആൺകുട്ടി. അപ്പൊ ഇതെന്താ? വലതിന്റെ വിശേഷനാണ് എന്ത്? സഈർ എന്നുള്ളത്. വമനിൽ വലതു സഈറു ആരാണ് ചെറിയ കുട്ടി? അല്ലദീ ഖറജ അൽ ആന മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ ചെറിയ കുട്ടി ആരാണ്? ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ ചെറിയ കുട്ടി ആരാണ്? അതാരാണ്? ഹുവ ഇബ്നുൽ മുദീരിൽ ജദീദി
അവൻ ആരാണ്? അവൻ പുതിയ ഹെഡ് മാസ്റ്ററിന്റെ മകനാണ്. ഹുവ ബനു മകനാണ്. എന്നല്ലേ പറയാ? ഹുവ ഇബ്നു ഓക്കെ. ഹുവ ഇബ്നുൽ മുദീരിൽ ജദീദി. അവൻ ആരാണ്? പുതിയ ഹെഡ് മാസ്റ്ററിന്റെ മകനാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ നടന്നത്? ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇപ്പൊ ഈ സെന്റൻസിൽ? ഒന്ന് ഇദാഫത്ത് പറഞ്ഞേ. റിലേറ്റീവ് പ്രോനൗൺ ആ. ഉണ്ട്. റിലേറ്റീവ് പ്രോനൗൺ ഈ മന്നൂത്ത്. സെന്റൻസിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ അല്ല സെന്റൻസിൽ ഇപ്പൊ ലാസ്റ്റത്തേലില്ലേ? ഓക്കെ. ഞാൻ ഈ സെന്റൻസിൽ ചോദിച്ചത്. ഹുവ ബനുൽ മുദീരിൽ ജദീദ്. അൽ ഇദാഫത്ത് മുദീറുൽ ജദീദി മദ്ഹൂത്തുണ്ട്. നാമവിശേഷണം വന്നില്ലേ? നാമവിശേഷണം ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇലാഫത്ത് ഉണ്ട്. ഇദാഫത്ത് ഉണ്ട്. ഹുവ ബനു. പുതിയ ഹെഡ് മാസ്റ്ററിന്റെ മകൻ. ഇബ്നുൽ മുദീർ. അവൻ പുതിയ ഹെഡ് മാസ്റ്ററിന്റെ മകനാണ്. അപ്പൊ ഇബനിന്റെ ഇലാഫത്താണ് എന്ത്? അൽ മുദീർ എന്നുള്ളത്. അൽ മുദീർ എന്നുള്ളതിന്റെ വിശേഷണമാണ് എന്ത്? അൽ ജദീദ്. ജദീദ് എന്നുള്ളത്. അപ്പൊ ഹുവ ഇബ്നുൽ മുദീരിൽ ജദീദ്. ഇവിടെ എന്ത്? നഅത്ത് ഏതാണ്? നഅത്ത് ജദീദ്. അൽ ജദീദ്. മനൂത്ത് അൽ മുദീർ. മുദീർ. വിശേഷിക്കപ്പെട്ടത് എന്തിനാണ്? വിശേഷിക്കപ്പെട്ടത് എന്തിനാണ്? മുദീറിനാണ്. അപ്പൊ ഹുവ ഇബ്നുൽ മുദീരിൽ ജദീദ്. അവൻ പുതിയ ഹെഡ് മാസ്റ്ററിന്റെ മകനാണ്. അടുത്തത് ലിമൻ തിൽക സയ്യാറത്തു ജമീലത്തു. ലിമൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ആരുടേതാണ്? തിൽക്ക അത്. ഏത്? അസയ്യാറത്തു ആ കാറ്. ഇവിടെ സയ്യാറത്തു അതിനോണ്ടാണ് എന്ത് വന്നത്? തിൽക്ക വന്നത്. ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ട്. തിൽക്ക സയ്യാറത്തു ജമീലത്തു. ആ ഭംഗിയുള്ള കാറ് ആരുടേതാണ്? അപ്പൊ ഇവിടെ എന്താണ്? ലിമൻ തിൽക്ക സയ്യാറത്തുൽ ജമീലത്തു. ആ ഭംഗിയുള്ള കാറ് ആരുടേതാണ്? അപ്പൊ അതായതാ? ഹിയലിൽ മുദീരിൽ ജദീദി. അത് ആരുടേതാണ്? പുതിയ ഹെഡ് മാസ്റ്ററുടേതാണ്. പുതിയ ഹെഡ് മാസ്റ്ററിനുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലിൽ മുദീർ എന്നല്ല. അപ്പൊ ലിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഉടമസ്ഥത പറയാൻ ഉപയോഗിക്കുന്നതാണ് ലി പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ അൽ മുദീർ എന്നാണ് വിചാരിക്കാം. ഇവിടെ കാണി അൽ മുദീർ ആണ്. ഇവിടെ ഫസ്റ്റ് എന്തുണ്ട്? അല്ലുണ്ട് അല്ലെ? ലില്ലാണ് ഇവിടെ. കേൾക്കണില്ലല്ലോ. ഹെഡ് മാസ്റ്റർ എന്നാണ്. അപ്പൊ ഹെഡ് മാസ്റ്ററിനുള്ളതാണ് പറയുമ്പോൾ കേട്ടില്ല. എന്താ? ഒന്നും കേട്ടില്ല കേട്ടോ, കുറച്ച് കട്ടായി പോയി. കുറച്ച് കേട്ടില്ല. കട്ടായി പോയ. ഇവിടെ ലിൽ മുദീരി ഹെഡ് മാസ്റ്റർ, അത് ഹെഡ് മാസ്റ്ററിനുള്ളതാണെന്നല്ല. ലിൽ മുദീർ, ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഉടമസ്ഥത പറയാൻ ഉപയോഗിക്കുന്നതാണ്. അത് പഠിച്ചതാണ്. അപ്പൊ ലിൽ മുദീർ എന്നാണ്. അപ്പൊ ഇവിടെ ലിൽ മുദീർ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ നോക്കാം, ഇതിനാ കുറെ ആൾക്കാർ മിസ്റ്റേക്ക് ഉണ്ട് കണ്ടതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. അൽ മുദീർ എന്നുള്ളത് കണ്ടില്ല. അൽ മുദീർ പറഞ്ഞാൽ എന്താ? ദ ഹെഡ് മാസ്റ്റർ ആണ് അർത്ഥം. അപ്പൊ ഹെഡ് മാസ്റ്ററിനുള്ളതാണ് പറയുമ്പോ എന്താണ്? ലിൽ മുദീർ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ അൽ മുദീർ എന്നുള്ള ഇതിന്റെ ഫസ്റ്റത്തെ ആ എന്നുള്ള എന്ത് ചെയ്യോ? അവിടെ എയ്ത്തിൽ കട്ടോ. അവിടെ ഇല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ നമ്മൾ അൽ മുദീർ എന്നത് പറയുന്നതിന്റെ ആ എന്താവും? അവിടെ എയ്ത്തിൽ കട്ടോ. ലിൽ മുദീർ എന്ന് പറയുമ്പോ. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ലിൽ മുദീർ എന്നുള്ളതിൽ അല്ലുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ എന്തിനാ എല്ലാരും ഇവിടെ ലി അൽ മുദീർ എന്ന് എഴുതുന്നത്? കുറെ ആൾക്കാരിൽ ഹോംവർക്ക് ചെക്ക് ചെയ്യുമ്പോ കണ്ടിക്കണേ. അതായത് ലി എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യും? അവിടെ ചേരല്ലേ? ചേരാണ്. അപ്പൊ അവിടുത്തെ ഫസ്റ്റത്തെ ആ എന്നുള്ളത് എന്ത് ചെയ്യും? എയ്ത്തിൽ അവിടെ പോകും. അപ്പൊ ലിൽ മുദീർ എന്ന അൽ മുദീർ എന്നുള്ളതിന്റെ ആ അവിടെ കട്ടാവും. അതായത് അലിഫ് അവിടെ ഒഴിവാവും. അവിടെ എന്ത് മാത്രം? ലാമ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ലിൽ മുദീരി. ഇനി അവിടെ അല്ലില്ലെങ്കിലോ? മുദീർ മാത്രമാണെങ്കിലോ? അപ്പൊ ലി മുദീരി എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇവിടെ അല്ലില്ലാന്ന് ഇവിടെ ഇങ്ങനെ വിചാരിക്കാം. മുദീറിന് മാത്രമാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഹെഡ് മാസ്റ്ററിനുള്ളതാണെന്ന് പറയണം. അപ്പൊ എന്താ പറയാ? ലി മുദീരി. അവിടെ ലി അൽ മുദീർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ പറയരുത് അങ്ങനെ. മനസ്സിലായോ? ഇവിടെയും ലി മുദീരിൽ ജദീദ് എന്ന് പറഞ്ഞ
ലിൽ തെറ്റുണ്ടോ? മുദീരിൽ ജദീദ്, ലിൽ അല്ല, മുദീരിൽ ജദീദ്. ലി മുദീരിൽ ജദീദി എന്ന് പറയുമ്പോ എന്താ അതിലൊരു മിസ്റ്റേക്ക്? ലി പറഞ്ഞാൽ ഇവിടെ ഇൻഡെഫിനിറ്റ് ആവും. ലി മുദീരിൻ. ഇവിടെ ലിൽ മുദീരി പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് അത് എന്താണ് ഡെഫിനിറ്റ് ആണ്. ലി മുദീരി എന്ന് പറഞ്ഞാൽ അത് ഇൻഡെഫിനിറ്റ് ആണ്. അപ്പൊ എ ഹെഡ് മാസ്റ്റേഴ്സ് എന്ന് വരും അല്ലേ? മുദീർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് മാസ്റ്റർ, ഒരു ഹെഡ് മാസ്റ്റർ. അൽ മുദീർ പറഞ്ഞാൽ ദ ഹെഡ് മാസ്റ്റർ. അപ്പൊ ഇവിടെ അൽ മുദീർ ആണെങ്കിൽ നിങ്ങൾക്ക് ലിൽ മുദീർ പറയാം. ഇനി മുദീർ മാത്രമാണെങ്കിൽ ലി മുദീർ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ആന്ന് ഇടേണ്ട ആവശ്യം, അലിഫ് ഇടേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്നല്ല, അവിടെ ഇടാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഈ ലിൽ മുദീരി എന്നുള്ളത് വിശേഷണാണോ? ലിൽ മുദീറിന്റെ വിശേഷനാണ് അത് ചെയ്തത്. നിങ്ങൾ കണ്ടില്ല, എല്ലാത്തിലും ഒത്തു വന്നില്ല. ഇവിടെ എന്താണ് ഇത് അപ്പൊ ആ മുസ്ലിം- അല്ലിവിടെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലീ വന്നാല് അലിഫ് എഴുതണമെന്നില്ല അല്ലെ? അലിഫ് പക്ഷെ അവിടെ ലാം എഴുതണം. നമ്മളിവിടെ ലിൽ ലിൽ എന്ന് എന്ന് വന്ന പറയുമ്പോ പോലെ. ലിൽ എന്ന് പറയുന്നില്ല, അവിടെ അലിഫ് മാത്രമേ പോകുന്നുള്ളൂ, രണ്ടാമത്തെ ലാമ് പോകുന്നില്ല. ഈ ലീ വന്നാലും അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അലിഫ് ലാം ഉണ്ട് അല്ലേ? അലിഫ്ലാം അല്ല, അവിടെ അലിഫ് പോകും. ഓ, ഇവിടെ Okay. താഴെ വരും. അവിടെ Okay. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ നമ്മള് അൽ ഇബിനിൽ മുദീർ ഇബിനിൽ അൽ മുദീർ മുദീർ പറയുമ്പോ ഇവിടെ അത് നിങ്ങൾ ഇതിന് നോക്കണ്ട. മുന്നത്തെ അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ അൽ മുദീർ എന്നുള്ളത് വാക്ക് മാത്രം നോക്കാം. ഇവിടെ അൽ മുദീർ എന്നുള്ളതിന് ഫസ്റ്റ് എന്തുണ്ട്? അല്ലുണ്ട്. ദ ഹെഡ് മാസ്റ്റർ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഹെഡ് മാസ്റ്ററിനുള്ളതാണ് പറയണം. അപ്പൊ എന്താണ് അവിടെ അല്ലുണ്ട് ആ ഇതിൽ തന്നെ. അപ്പൊ ഹെഡ് മാസ്റ്ററിനുള്ളതാണ് പറയാം. അപ്പൊ എന്താ പറയാ? ലിൽ മുദീർ. അവിടെ ലി അൽ മുദീർ എന്ന് പറയേണ്ട ആവശ്യമില്ല, പറയരുത്. ലി അൽ മുദീർ എന്ന് പറയണ്ട, എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനും പറ്റൂല. അവിടെ ലിൽ മുദീരി എന്ന് പറഞ്ഞാൽ മതി. ഇനി അത് ഇനി മുദീർ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ലി മുദീരിൻ. ഇവിടെ ഡെഫിനിറ്റ് ആണെങ്കിൽ ലിൽ മുദീരി, ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ലി മുദീരിൻ. മനസ്സിലായോ വ്യത്യാസം? അർത്ഥത്തിലുള്ള വ്യത്യാസം എങ്ങനെ അതിൽ വരുന്നത്? ഹെഡ് അർത്ഥത്തിൽ പറയുമ്പോ മാസ്റ്ററിനുള്ള ഹിയൽ ഇത് ഈ സെന്റൻസിന് അർത്ഥമാണ് ചോദിക്കുന്നത്. അതല്ല, ഹിയലി മുദീരിൽ ജദീദി എന്ന് പറയുമ്പോ അങ്ങനെയാണ് പറയേണ്ടതെങ്കിലും അർത്ഥം വരുമ്പോ അത് ഹെഡ് മാസ്റ്ററിൻ്റെതാണ്. ഹെഡ് മാസ്റ്ററിനുള്ളതാണ്. നമ്മളിവിടെ അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ട്രാൻസ്ലേഷൻ അല്ല നോക്കുന്നത്, നമ്മളിവിടെ അറബി പ്രയോഗമാണ് നോക്കുന്നത്. അറബി എങ്ങനെയാണ് ഉപയോഗിക്കുക, അറബി യൂസേജ് ആണ് നോക്കുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ അല്ല ഇവിടെ പഠിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. അപ്പൊ ഇവിടെ ഒരാൾ ഉടമസ്ഥത ആണ് പറയുന്നത്, ഇലാഫത്ത് അല്ല, ഒരാളുടെ ഉടമസ്ഥത ആണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഹിയലിൽ മുദീരിൽ ജദീദി. അതെന്താണ്? പുതിയ ഹെഡ് മാസ്റ്ററിനുള്ളതാണ്. എന്ത്? പുതിയ ഹെഡ് മാസ്റ്ററിനുള്ളതാണ് എന്ത്? അത് പറഞ്ഞാൽ എന്ത്? കാറ്. ഓക്കെ, ലീക്ക് ശേഷം അല്ല് വന്നാല് ലില്ലെന്ന് പറയണം അല്ലേ? അങ്ങനെ അത് ഡെഫിനിറ്റ് ആണെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ ലീ മതി. ലി മുദീരി. ഡെഫിനിറ്റ് ആണെങ്കിൽ ലിൽ മുദീരി. അത് ഇതിനല്ല, വേറെ ഏത് വാക്കാണെങ്കിലും അതിന്റെ കൂടെ ഇപ്പൊ ലിൽ മുദരിസ് ആണെങ്കിൽ ഇത് മുദരിസ് എന്ന് മാത്രമാണെങ്കിൽ ലി മുദരിസ്. ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ, ഡെഫിനിറ്റ് ആണെങ്കിൽ ലിൽ മുദരിസ്. അടുത്തത് ലിമൻ ഹാദൽ കിതാബുൽ കബീറു. ലിമൻ ആരുടേതാണ്? ഹാദൽ കിതാബുൽ കബീറു. ഈ വലിയ ബുക്ക് ആരുടേതാണ്? ഈ വലിയ ബുക്ക്. അപ്പൊ ഇവിടെ അൽ കിതാബു അൽ കബീറു നാമവിശേഷമാണ്. മനൂത്തിനകത്തുമാണ്. അൽ കിതാബ് എന്താണ്? മനൂത്താണ്. അതിന്റെ അകത്താണ് നാമവിശേഷനാണ് എന്ത്? അൽ കബീർ എന്നുള്ളത്. 4 കാര്യത്തിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഹാ ഹുവ ലിൽ മുദരിസി. എന്താണ്? ഹാ ഹുവ ലിൽ മുദരിസി. അത് അത് മുദരിസിനുള്ളതാണ്. അധ്യാപകനുള്ളതാണ്. ഇത് അധ്യാപകനുള്ള എന്ത്? എന്ത് കേട്ടില്ല? Is it the teacher's book? അങ്ങനെയല്ലേ? എന്ത് കേട്ടില്ല പറയുന്നത്? ഈസ് ഇറ്റ് ദി ടീച്ചേഴ്സ്? ബിലോങ്സ് ഇത് അധ്യാപകനുള്ളതാണ്. ഇത് അധ്യാപകനുള്ളതാണോ? അധ്യാപകന്റേതാണോ? അപ്പൊ ഇത് അധ്യാപകന്റേതാണോ? ലീൽ മുദരിസി അധ്യാപകന്റേതാണോ? ഇത് അഹുവ ഇത് ആണോ? ഇതാണോ? ലീൽ മുദരിസി
അധ്യാപകനുള്ളതാണ് അല്ലെങ്കിൽ അധ്യാപകന്റേതാണ്. അപ്പൊ എന്താ പറയണത്? ലാ അല്ല, നോ. ഹുവലി താലിബി ജദീദി. അതാരുടേതാണ്? അല്ല. ഇതാരുടേതാണ്? ഇത് ഏതാണ്? പുതിയ വിദ്യാർത്ഥിയുടേതാണ് ഇത്. അപ്പൊ ഇവിടെ ഹുവ ലി തോലിബി എന്നാ പറയുന്നത്. ഇവിടെ ലിൽ തോലിബി എന്ന് പറയാൻ പറ്റുമോ? ലിൽ തോലിബി പറയാൻ പറ്റുമോ? നേരത്തെ ഞാൻ പറഞ്ഞ ലിന്ന് പറയാം. ഡെഫിനിറ്റ് ആണെങ്കിൽ ലിന്ന് പറയാന്ന് പറഞ്ഞു. അവിടെ എന്താ പറയാത്തത്? ശംസിയാകുമ്പോ ഞാൻ പറഞ്ഞ അവിടെ എന്ത് ചെയ്യും? ആ ലാമിന്റെ ശബ്ദം പോയിട്ടാണ് എന്ത് കൊടുക്കും? ഷെഡ് കൊടുക്കാം. എന്ത് പറയാൻ പറ്റൂല? ലാമിന് ഉച്ചാരണം കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ പറയുക? ലാ ഹുവ ലി താലിബിൽ ജദീദി. അല്ല, ഇത് ആരുടേതാണ്? ഇത് പുതിയ വിദ്യാർത്ഥിയുടേതാണ്. അടുത്തത് ഐനൽ മിൽഅഖതു സഈറത്തു. ചെറിയ സ്പൂൺ എവിടെ? ഇവിടെ മിൽഅഖത്ത് എന്താണ്? സ്ത്രീലിംഗ ആയതുകൊണ്ട് എന്താ ഇത് ഇവിടെയും സ്ത്രീലിംഗായി. അൽ മിൽഅഖത്ത് എന്താണ്? സ്ത്രീലിംഗാണ്. അപ്പൊ സഈറത്തു എന്നുള്ളത് എന്തായി? സ്ത്രീലിംഗായി. ഐനൽ മിൽഅഖതു സഈറത്തു. ചെറിയ സ്പൂൺ എവിടെ? അപ്പൊ എവിടെയാണ്? ഹിയ ഫിൽ കൂബി. അതെവിടാണ്? അപ്പൊ ഇവിടെ മിൽഅഖത്ത് പറയുമ്പോ ഇവിടെ എന്താ അർത്ഥം പറയുന്നത്? ആ കപ്പ്. കൂബ് പറഞ്ഞ കപ്പ്. ഇവിടെ മിൽഅഖത്ത് പറയുമ്പോ ഹിയക്ക് എന്താ ഇവിടെ അർത്ഥം കൊടുക്കേണ്ടത്? അത് തന്നെ. അതല്ല 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 ഇത് ഇംഗ്ലീഷിലാ. ഇറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതെവിടാണ്? ഇറ്റ് ഈസ് ഇൻ ദി കപ്പ്. അതെവിടാണ്? കപ്പിലാണ് ഉള്ളത്. പിന്നെ ഐനൽ കുർസിയുൽ മക്സൂറും. പൊട്ടിയ കസേര എവിടെ? ഐനൽ കുർസിയുൽ മക്സൂറും. പൊട്ടിയ കസേര എവിടെ? അതെവിടാണ്? ഹുവ ഉനാക്ക. അതെവിടാ? ഇറ്റ്സ് ഓവർ ദ. ഇത് അവിടെയാണ്. ഇറ്റ്സ് ഓവർ ദ. ഇത് അവിടെയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹുവ ഉന ഇറ്റ്സ് ഓവർ ദ. ഇത് അവിടെയാണ്. ഇനി ആക്ടിവിറ്റിയിലേക്ക് കടക്കട്ടോ. ഞാൻ പറയുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹംസ അലിഫിന്റെ കൂടെ ഹംസ ഇടരുത്. അതിന് പ്രത്യേക ഏതൊക്കെ വാക്കുകളാന്ന് പറഞ്ഞിരിക്കണം. ഹംസ ഇടാൻ പറ്റാത്ത സ്ഥലങ്ങള്. പിന്നെ നീട്ടാനുള്ളോടത്ത് നീട്ടാനില്ലാത്തോടത്ത് നീട്ടാൻ നിൽക്കരുത്. പിന്നെ കസറ ഇടാനുള്ളോടത്ത് കസറ ഇടാം. അതൊരു പ്രത്യേക ശ്രദ്ധിക്കാണ് പറയാനുള്ളത്. കസറ ഇടേണ്ട സ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? അല, ഇല, ഫി, മിൻ. പിന്നെ ഏത് വന്നാല് ഇലാഫത്ത് വന്നിട്ടാണെങ്കിൽ അവിടെ കസറ കൊടുക്കണം. ഈ കാര്യങ്ങൾ വരാതെ കസറ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളിപ്പോ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളല്ലാതെ കസറ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ത്വാലിബുൽ ജദീദിന്ന് കൊടുത്തിട്ടില്ലേ? അപ്പൊ ഈ ത്വാലിബി വന്നത് ലീ വന്നത് കൊണ്ടാണ്. അപ്പൊ ജദീദിക്ക് എന്താ വന്നാലും വരണ്ടേ? ഇവിടെ ലീ വന്നതുകൊണ്ട് തോലിബിക്ക് എന്ത് വന്ന കസറ വന്നു. അപ്പൊ അതന്നെ അതിന് വേണ്ടേ? അതിന്റെ വിശേഷം ലീക്ക് ശേഷം വരുന്ന പദത്തിന് എന്തായിരിക്കും? കസറ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? അതുപോലെയല്ലേ? എന്ത് എന്തൊക്കെ ശേഷം വരും? അപ്പൊ ലീ, ഇന്ത, അമാമ, ഹൽഫ ഇതൊക്കെ ശേഷം വന്നാൽ എന്താണ്? അതിന് ശേഷം എന്തെങ്കിലും കൊടുക്കണം? കസറ. അതെന്നാ പറഞ്ഞ ഇലാഫത്ത്. ഇലാഫത്തിന്റെ പദങ്ങളാണ് ഏതൊക്കെ? അമാമ, സ്ഥാനത്ത് സൂചിപ്പിക്കുന്ന പദങ്ങള്. പിന്നെന്താണ്? ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരോ? നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട്. ക്ലാസ്സിന്റെ റെക്കോർഡ് അയച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ടൈം ഉണ്ടാവില്ല. അല്ല, എന്താ അമാമ, ഹൽഫ്, അത് കൂടാതെ അമാമ പറഞ്ഞാല് മുമ്പില്, ഹൽഫ് പറഞ്ഞ അത് അർത്ഥം മനസ്സിലായി. ഈ 3 പദങ്ങൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, ഇതല്ലാതെ അത് പിന്നെ വേറെ പദങ്ങൾ പിന്നെ പഠിക്കും. ഇന്ത പഠിച്ചില്ല. ഇന്ത നമ്മൾ ഇതുവരെ പഠിച്ചതില് ഈ 3 എണ്ണാണ് ഒരു സെറ്റ് ആയിട്ട് വരുന്നത്. മറ്റേ ഫീ ഇല അത് നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നീട് വന്നത് എന്താ ലീ വന്നത് കൊണ്ട് അതിന് ശേഷമുള്ള പദത്തിന് എന്ത് വന്നു? കസറ വന്നു. അപ്പൊ അതിന്റെ വിശേഷണത്തിന് എന്ത് വേണം? കസറ വേണം. ഞാൻ ഇവിടെ ലൊമ്മ മാത്രമാണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചത് ലൊമ്മാണ്. പക്ഷെ ഞാൻ ഇവിടെ ലൊമ്മ വരുന്ന മാത്രമല്ല പറഞ്ഞു. അവസാനത്തെ അടയാളം എന്താണ്? അത് എന്തിനു വരണം? അതിന്റെ വിശേഷണത്തിന് വരണം. അത് ചിലപ്പോ ഫത്ഹ ആവാം, കസറ ആവാം, ലൊമ്മ ആവാം. അവസാനത്തെ അടയാളം എന്താ? അതെന്താണ്? അതിന്റെ വിശേഷണത്തിന് അടയാളം വന്നിരിക്കണം. അപ്പൊ ഇവിടെ ലീ വന്നത് കൊണ്ട് അതിന് ശേഷമുള്ളതിന് എന്ത് വന്നു? കസറ വന്നു. അപ്പൊ കസറ വന്നാൽ അതിന്റെ വിശേഷണത്തിന് എന്ത് വേണം? കസറ വേണം. അപ്പൊ എന്നാ ഇത് വായിച്ചോളി.
ഇക്ര വക്തു. ഒരാൾ വായിച്ചോളൂ വേഗം. തബീബുൽ ജദീദു ഫിൽ മുസ്തശ്ഫി ആ ഓരോരുത്തർ തബീബ്. വായിച്ചോളേ. ഖദീമു ഓരോരുത്തർ മുസ്തൗഷഫി മുസ്തൗസഫി. മുസ്തൗസഫി പറഞ്ഞാൽ എന്താണ്? മുസ്തഷ്ഫ. ഹോസ്പിറ്റലിൽ ക്ലിനിക്. മുസ്തഷ്ഫ പറഞ്ഞാൽ ഹോസ്പിറ്റൽ, മുസ്തൗസഫി പറഞ്ഞാൽ ക്ലിനിക്. ക്ലിനിക്. ഓക്കെ. മുസ്തഷ്ഫി എന്നല്ലേ ഇവിടെ ഉള്ളു. മുസ്തഷ്ഫി. ആ അതിങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് കേട്ടിട്ടില്ലേ? മുസ്തഷ്ഫി എന്ന് പറയുന്ന എന്താ പറയാത്തന്നെ? ഫീ വന്നാൽ കെസറ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മുസ്തഷ്ഫ എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഇവിടെ യാ പോലത്തെ അലിഫാണ് അവസാനം വന്നത്. അപ്പൊ ഇതിനെന്ത് ഈ അലിഫ് എന്ത് ചെയ്യില്ല, ഒരു അടയാളം സ്വീകരിക്കൂല. ഇത് യാ പോലെയുള്ള ഒരു അലിഫാണ്, നീട്ടമല്ല. പക്ഷെ എന്ത് ചെയ്യില്ല, ഒരു അടയാളവും സ്വീകരിക്കൂല. അപ്പൊ അത് ഏത് അവസ്ഥയിൽ വന്നാലും അത് മുസ്തഷ്ഫാനേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് കേട്ടില്ലേ റെക്കോർഡ്? കേട്ടു. അതില് പറഞ്ഞിരിക്കണല്ലോ എന്തുകൊണ്ടാ മുസ്തഷ്ഫു എന്ന് പറയാത്തത്. ഞാൻ ഈ അപ്പൊ രണ്ട് ഇതെന്താണ്? വേർഡ് തമ്മിലാണ് മാറിപ്പോയത്. അതായത് മുസ്തഷ്ഫ, രണ്ടാമത്തേത് മുസ്തൗസഫ്. അത് രണ്ടും കൂടിയാണ് അത് അപ്പൊ രണ്ടാമത്തത് മുസ്തഷ്ഫാന്റെ അവസാനം മാറില്ല. ഇത് കാരണം എന്താണ്? ഈ അടയാളം എന്ത് ചെയ്യില്ല, ഈ മാറാ. ഒരു അടയാളം എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പൊ മുസ്തൗസഫി പറഞ്ഞാല് എന്താണ്? ക്ലിനിക്. ഇനി രണ്ടാമത്തെ ഒരാൾ വായിച്ചോളൂ. കലമു മക്സൂറു അലൽ മക്തബി. പൊട്ടിയ പേന എവിടെയാണ്? അലൽ മക്തബി, ടേബിളിന്റെ മേലെ. പിന്നെ എന്ത് മായോ? ഇത് അഡ്ജക്റ്റീവ് ആണ്. മക്സൂർ, പൊട്ടിയത്, ബ്രോക്കൺ. അത് കെസറാന്നുള്ളൊരു ഫീല്. അതിന്റെ അഡ്ജക്റ്റീവ് ആണ് മക്സൂർ. അത് ഇത് മൻഊത്തതിനകത്ത് ഈ നാമത്തിന്റെ വിശേഷണം. പിന്നെ അടുത്ത 3 المروحة الجديدة في الغرفة كبيرة. അതാരെ കെബീറത്തു വായിച്ചത്? في الغرفة الكبيرة. ഉർഫത്തിന്റെ വിശേഷനാണ് എന്ത്? കെബീറത്ത് എന്നുള്ള വലിയ റൂമിലാണ്. പുതിയ നിർവഹത്ത് പറഞ്ഞ എന്താണ്? ഫാന്. അപ്പൊ പുതിയ ഫാൻ എവിടാണ്? ഫിൽ ഉർഫത്തിൽ കെബീറത്തി, വലിയ റൂമിലാണ്. അപ്പൊ ഇവിടെ ഫീ വന്നതിനോണ്ട് അതിന് ശേഷം നാമത്തിന് എന്ത് കെസറ് വരണം. അപ്പൊ അതിന് വിശേഷണത്തിന് എന്ത് വരണം? കെസറ് വരണം. 4 അറബി ഭാഷ എന്താണ്? എളുപ്പം. അടുത്ത 5 ഭാഷ, ലാംഗ്വേജ്. അറബിയ പറഞ്ഞ അറബിക് ലാംഗ്വേജ്. ലുഅത്തുൽ അറബിയ. എന്ത്? ടെക്സ്റ്റില് അൽ കലിമാത്തുൽ ജദീദ് ലഗത്തു ഷഹീറുൻ അൽ മദീനത്തു. എവിടെ? അത് ഇൻഡെഫിനിറ്റ്. ലുഅത്തിന് പറഞ്ഞ ലുഅത്ത് പറഞ്ഞാല് ഇൻഡെഫിനിറ്റ്. ലുഅത്തിന് പറഞ്ഞ ഇൻഡെഫിനിറ്റ്. അവിടെ അല്ലില്ല. രണ്ടിടത്തുണ്ടല്ലോ. അല്ലില്ലേ? ലഗത്തു അൽ-ലുഅത്തുൽ അറബിയ്യത്തു. നിങ്ങൾ എന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. കലിമാത്തുൽ ജദീദില് ലഗത്തു എന്നല്ലേ ഇതിന്? എവിടെ? എത്രാമത്തെ പേജിലാ? 50ാമത്തെ പേജ് 50. എവിടെ? മുകളില് ഏറ്റവും മുകളിൽ. അതാ അൽ-ലുഅത്ത് എന്നാണല്ലോ. പക്ഷെ ഇതില് ലാന്നാണല്ലോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അൽ-ലുഅത്ത് എന്നാണ്.
ഓക്കെ അന്ന് വായിച്ചോളൂ. ലുഗത്ത് ഒരു വേർഡ് അൽ തന്നെയാണല്ലോ. അൽ ലുഅത്തുൽ അറബിയത്തു സഹലത്ത്. സഹലത്ത് പറഞ്ഞാൽ എന്താ? എളുപ്പമുള്ളത്. അടുത്ത 5. الولد الولد الذي الولد خرج من الفصل الذي الطالب മിനൽ ഫസിലി. من الفصل أنا അൽ അല്ല ആന. ഫസ്ലിൽ ആന അൽ الآن ഫസിലിൽ ആന طالب താലിബുൻ ത്വാലിബുൻ മിനൽ മിനൽ കുവൈത്തി. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരാം? കുവൈത്തി. അൽ വലതു തൊവീലു, നീളമുള്ള ആൺകുട്ടി, ലദീ ഹറജ, പുറപ്പെട്ടവനായ, മിനൽ ഫസ്ലി, ക്ലാസ് റൂമിൽ നിന്ന്, അൽ ആൻ, ഇപ്പോൾ, താലിബ്, വിദ്യാർത്ഥി, മിനൽ കുവൈത്തി, അതായത് കുവൈറ്റിൽ നിന്നുള്ള ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറപ്പെട്ടവനായ നീളമുള്ള കുവൈറ്റിൽ ആ വിദ്യാർത്ഥി അല്ല കുവൈത്തിൽ നിന്നാണ്. ആൺകുട്ടി. മിനൽ കുവൈത്തി, കുവൈത്തിൽ നിന്നാണ്. കുവൈറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് അല്ലേ? ഇതാണ് കുവൈത്തിൽ ത്വാലിബ് നിന്ന് മിനൽ കുവൈറ്റ്. വൽ കുവൈറ്റിൽ നിന്നുള്ള കുവൈത്തിൽ നിന്നാണ്. വിദ്യാർത്ഥിയാണ്. അത് മനസ്സിലായില്ല? അർത്ഥം മനസ്സിലായില്ല? 6. അല്ല ഈ മൽആനും അൽആനും ഒന്നാണോ? അൽ അല്ല. ആനോ? അല്ല അല്ല. മൽആൻ മല്ലാം മലാന് പറഞ്ഞ നിറഞ്ഞത്. ഫുള്ള്. നിറഞ്ഞതാ? നിറഞ്ഞത് ഫുള്ള് ഫുള്ള്. ഫുള്ള്. ദിക്കോൾ ഷഹീറുനോ? ഷഹീറുൻ ഫേമസ്. ഫേമസ്. അൽ ഉസ്ഫൂറു? സ്പാരോ. ആ സ്പെയർ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഡൗട്ട് ലാസ്റ്റിലേക്ക് ചോദിക്കട്ടോ, അതിന് ടൈം തരാം. ആ. ഇനി 6-മത്തത്. അന അന ഫിൽ മദ്രസത്തി അതന്നെ ശരിയാണ്. സാനവിയത്തി. സാനവിയത്തി പറഞ്ഞ എന്താണ്? സാനവിയത്തി സെക്കൻഡറി. അൽ മദ്രസത്തി സാനവിയ പറഞ്ഞ സെക്കൻഡറി സ്കൂൾ. ഞാന് സെക്കൻഡറി സ്കൂളിലാണ്. അടുത്തത് 7. ذهب الرجل الفقير إلى അത് റജുലിന് എന്തിനാ വായിച്ചത്? റജുലിന് എന്തിനാ വായിച്ചത്? റജുലുൽ റജുലുന്നല്ലേ? റജുലുൽ ഫക്കീർ. റജുലിന് അങ്ങനെ വായിച്ചേ. ذهب الرجل الفقير إلى الوزير. ഇലൽ വസീരി. ഇലൽ വസീരി. വസീർ പറഞ്ഞ എന്താ? മിനിസ്റ്റർ, മന്ത്രി. ദഹബ പോയി, അവൻ പോയി. അർറജുലുൽ ഫക്കീറു, അർറജുലുൽ ഫക്കീറു, പാവപ്പെട്ട പുരുഷൻ എവിടെയൊക്കെ പോയി? ഇലൽ വസീരി, മന്ത്രിയുടെ അടുത്ത്. അടുത്തത് 8. ജലസു ത്വാലിബുൽ ജദീദു ജലസ ത്വാലിബുൽ ജദീദു ഖൽഫ ഖൽഫ ഹാമിദിൻ. പുതിയ വിദ്യാർത്ഥി ഇരുന്നു എവിടെ? ഖൽഫ ഹാമിദിൻ, ഹാമിദിന്റെ പിറകിൽ. 9. അസ്സക്കീനുൽ കബീരി കബീറു അസ്സക്കീനുൽ കബീറു ഹാദുൻ ജിദ്ദൻ. അസ്സക്കീനുൽ കബീറു ഹാദുൻ ജിദ്ദൻ. ഹാദ് പറഞ്ഞ എന്താണ്? ഹാദ് മൂർച്ചമുള്ള, ഷാർപ്പ്. ജിദ്ദൻ പറഞ്ഞാല് വെരി, വളരെ. എന്താണ്? അസ്സക്കീനുൽ കബീറു വലിയ കത്തി, ഹാദുൻ ജിദ്ദൻ വളരെ മൂർച്ചമുള്ളതാണ്. കബീർ വലുത്, വലിയ. അടുത്തത് 10. മൻ ഹാദൽ വലദുൽ കസീറു. നീളം കുറഞ്ഞ ആൺകുട്ടി. ആ നീളം കുറഞ്ഞ ആൺകുട്ടി അല്ല, ഈ നീളം കുറഞ്ഞ ആൺകുട്ടി ആരാണ്? ഈ നീളം കുറഞ്ഞ ആൺകുട്ടി ആരാണ്? അത് ആരാണ്? മുദരിസിൽ ജദീദ്. ഇവിടെ ഇളാഫത്താണ്. പുതിയ അധ്യാപകന്റെ മകനാണ് അവൻ. അവൻ പുതിയ അധ്യാപകന്റെ മകനാണ്. അടുത്തത് ഇംല ഇൽ ഫറാഅ ഫീമാ യലി. താഴെ ഇംല പറഞ്ഞാല് ഫില്ല് ചെയ്യുക. അൽ ഫറാഅ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, അതായത് ബ്ലാങ്ക്. ഫീമാ യലി ഫോളോയിങ് താഴെയുള്ള ബിനഅത്തി
നകത്ത് കൊണ്ട് എന്ത് ചെയ്യാ ഫില്ല് ചെയ്യാം. അല്ലദീ ബൈന കൗസൈനി, അല്ലദീ ബൈന കൗസൈനി നമ്മളിപ്പോ പഠിച്ചത്. അല്ലദീ ബൈന കൗസൈനി പറഞ്ഞത് ബ്രാക്കറ്റിലുള്ളതായ, അതായത് ബ്രാക്കറ്റിലുള്ളതായ നകത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഫില്ല് ചെയ്യാം. ബാദ തഹ്ലിയത്തിഹി, ആഫ്റ്റർ ആഡിങ്, അതായത് ചേർത്തിയതിന് ശേഷം, ബി അൽ ചേർത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, ആ നകത്ത് ഇവിടെ കുറച്ച് നകത്തുണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യാ, അല്ല് ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഇന്ദ ലുസൂമി, സാഹചര്യത്തിനനുസരിച്ച്, അതായത് അതിന്റെ അനിവാര്യതക്ക് അനുസരിച്ച് എന്ത് ചെയ്യാ, ഫില്ല് ചെയ്യാ. അനിവാര്യമാകുന്ന, അതായത് എല്ലാ സ്ഥലത്തും ചിലത് വേണ്ടി വരില്ല, ചിലത് വേണ്ടി വരും. അപ്പം അല്ല് അനിവാര്യമാകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാ, അല്ല് ചേർത്തുകൊണ്ട് നകത്തിന്റെ കൂടെ അല്ല് ചേർത്തുകൊണ്ട് എഴുതാം. അത് അല്ല് വേണ്ടാത്തോട്ട് എന്ത് ചെയ്യണ്ട, അല്ല് ചേർക്കാൻ. അതാണ് ഇവിടെ ഇന്ദൽ ലുസൂമി, അനിവാര്യമായ സ്ഥലത്ത്, അനിവാര്യമായ സന്ദർഭത്തിൽ. ഓക്കെ അല്ലേ? അപ്പൊ എന്നാ വായിച്ചോളി, ഒരാൾ വായിച്ചോളി. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ നകത്ത് കൊടുത്തിക്കണം. അപ്പൊ അത് അല്ല് വേണമെങ്കിൽ അല്ല് ചേർത്തിട്ട് വായിക്കുക, അല്ല് വേണ്ടാത്തോടത്ത് അല്ല് ചേർത്താതെ വായിക്കുക. അപ്പൊ വായിച്ചോളി. അയിനൽ അയിനൽ ഓരോരുത്തരും വായിച്ചോളി, എന്നാലേ കേക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഒരാൾ അയിനൽ വായിച്ചോളൂ. മുദർരിസു ജദീദുൻ. അയിനൽ മുദരിസു, ഇവിടെ മനുഹൂത്തിന് എന്തുണ്ട്, അല്ലുണ്ട്. അപ്പൊ എന്തിനാ നകത്തിനും എന്ത് വേണം, അല്ല് വേണം. അൽ ജദീദു അൽ ജദീദു. അയിനൽ മുദരിസുൽ ജദീദു, അതാണ് പറഞ്ഞത് ഇവിടെ അനിവാര്യമായ സന്ദർഭത്തിൽ. അപ്പൊ അനിവാര്യമായ സന്ദർഭം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ സെന്റൻസ് നോക്കണം. അപ്പൊ ഈ സെന്റൻസിൽ അതിന്റെ നാമത്തിന് എന്താ നോക്കാം, അതിന്റെ മൻഊത്തിന് എന്താണ് നോക്കാം. അപ്പൊ ഈ മൻഊത്തിന് എന്താണ് വേണ്ടത്, അതന്നെ വേണം നകത്തിനും, വിശേഷണത്തിനും അതന്നെ വേണം. അപ്പൊ ഇവിടെ എന്തുണ്ട്, അൽ മുദരിസു എന്നാണ്. അപ്പൊ അതിന്റെ നകത്തിനും എന്ത് വേണം, അൽ അൽ ജദീദു. ജദീദു മനസ്സിലായി. ഇനി അടുത്ത രണ്ടാമത്തെ വായിച്ചോളൂ ഒരാള്. അത്താജിറു അൽ അൽ കബീർ അത്താജിറുൽ കബീറു ഫിസ്സൂഖി. മൂന്നാമത്തത് അന ത്വാലിബുൻ കരീമുൻ. ഖദീമുൻ. അവിടെ അല്ല് വേണോ, വേണ്ടല്ലോ. ഇവിടെ മൻഊത്തിന് എന്ത് വേണ്ട. ചെയ്യാ, അല്ലില്ല. അല്ലില്ല. അടുത്തത് ജലസ ത്വാലിബ്. ജലസ താലിബു ജദീദു. ജലസ അൽ ത്വാലിബുൻ ത്വാലിബുൽ ജദീദു 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 ഖൽഫ മുഹമ്മദിൻ മുഹമ്മദ് ഖൽഫ മുഹമ്മദിൻ. ഇനി മുഹമ്മദിൻ. അടുത്ത അഞ്ചാമത്തെ ഒരാൾ വായിച്ചോളൂ. മൻ അൽ വലതു മനിൽ വലതു, മനിൽ വലതു അൽ തവീലു അല്ലദി ഖറജ അൽആൻ ഇവിടെ മിൻ ഫസൽ. ഒരു മിനിറ്റ്, അൽ തൊവീലു പറയേണ്ട ആവശ്യമുണ്ടോ? അൽ തൊവീലു അത്തവീലു വേണ്ട. ശ്രദ്ധ ചെയ്ത് എന്താണ്, ഷംസിയാണ്. അപ്പൊ എന്താ ഷംസിയ. ഇവിടെ അല്ല് പറയാൻ പറ്റൂല. മനിൽ അത്തൊവീലു, അത് വലതു ശ്രദ്ധിച്ചിട്ടാ വായിക്കല്. തൊവീലു. മനിൽ വലതു തൊവീലു ഉല്ലദീ ഖറജ മിനൽ ഫസിൽ. അൽ ആന മിൻ മിനൽ ഫസിൽ. ആറാമത്തത് അമ്മാറു വലതുൻ അമ്മാറുൻ അമ്മാറുൻ വലതുൻ വലതുൻ കസീറുൻ കസീറുൻ. കസീറുൻ. ഏഴ് ഫൈസലു ഫൈസലുൻ ഫൈസലുൻ. ഫൈസലുൻ തബീബുൻ ഇപ്പൊ ഏത് നാമത്തിനാണ് തെൻവീൻ ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞത്? തെൻവീൻ ഇല്ലാത്ത സ്ത്രീലിംഗ നാമം. അപ്പൊ ഇത് പുല്ലിംഗല്ല. അപ്പൊ എന്തിനാണ് തെൻവീൻ ഒഴിവാക്കുന്നത്? ഫൈസലുൻ ഫൈസലുൻ തബീബുൻ ഷഹീദ്. ഷഹീദുൻ 8 ലിമൻ ഹാദൽ ശരീരുൽ മക്സൂറു. ശരീറുൽ മക്സൂറു. 9 സഹീറുൽ മക്സൂർ. ഹാദ കലമൻ മക്സൂറുൻ. അദ ഖലമുൻ മക്സൂറുൻ. ഹാദാ ഖലമുൻ മക്സൂറുൻ. 10 ഐന സക്കീനു. ഐന സിക്കീനു. ഐന സക്കീനുൽ ഹാദ. ഇവിടെ ഇങ്ങനെ സക്കീനു വായിക്കാൻ കാരണം എന്താണ്? ഇവിടെ മേലെ പദ കൊടുത്തോണ്ടാണ് സക്കീനു വായിക്കാൻ കാരണം. ഷെദ്ദിന്റെ അടിയിൽ കൊടുത്തിട്ടാണെങ്കിൽ അത് കസറായിട്ടാ പരിഗണിക്കുക, കസറായിട്ടാ വായിക്കുന്നത്. ഷെദ്ദിന്റെ അടിയിലല്ലേ ഇത് കൊടുത്തത്, അപ്പൊ സി എന്നാ വായിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പദം നേരത്തെ പഠിച്ചതാണ്. സിക്കീൻ എന്നുള്ള നേരത്തെ പഠിച്ച പദമാണ്, നൈഫ്. അപ്പൊ അങ്ങനെ തെറ്റിച്ച് വായിക്കരുത്.
എന്താ പറഞ്ഞു പതി- അതിന് ഷെഡിന്റെ സെക്കീനും ഒന്നുകൂടെ ഷെഡ് പറയാമോ? ഷെഡിന്റെ അടിയിലാണ് ഇത് വരെങ്കിൽ അതെന്താണ് കസറാണ്. കെസറാണ്. ആ മേലാണെങ്കിലാണ് ഫത്തഹ്. അടിയിലല്ല, ഷെഡിന്റെ അടിയിലല്ല ഇത്, അപ്പൊ കസറാണ്. അയിന സിക്കീനു ഹദ്ദു. സിക്കീനും 11 ഹാ 11 കഴിഞ്ഞില്ല. 11 ഉം. ആ അതിലൊന്നുമില്ല. لمن هذه ബുക്കിലില്ല. السيارة من هذه ലിമൻ السيارة هذه السيارة സയ്യാറത്തുൽ ജമീലത്തു. جميلة. Very good. جميلة. ഇനി അടുത്തത് ഇത് വായിച്ചോളി. الطالب الذي خرج من الفصل الآن من الآن إندونيسيا. ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ പറഞ്ഞ എന്താ? ഇന്തോനേഷ്യ പറഞ്ഞ എന്താ? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ എന്താണ്? ഇന്തോനേഷ്യ അല്ലെ? അത്താലിബു വിദ്യാർത്ഥി, അല്ലദീ ഹറജ പുറപ്പെട്ടവനായ. ثمنايا. ഞാൻ പറയുമ്പോ ആര് പറയരുത്, അപ്പൊ ബാക്കിയുള്ളവർക്ക് കേൾക്കൂല. അല്ലദീ ഹറജ പുറപ്പെട്ടവന്, മിനൽ ഫസിലി ക്ലാസ്സിൽ നിന്ന്, അൽ ആൻ ഇപ്പോൾ, മിനൽ ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിൽ നിന്നാണ്. അതായത് ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടവനായ വിദ്യാർത്ഥി ഇന്തോനേഷ്യയിൽ നിന്നാണ്. 2 അർത്ഥം റെക്കോർഡിംഗ് الكتاب ക്ലാസ് ചെയ്യുമ്പോൾ الذي على المكتبة للمدرس. അൽ കിതാബു അല്ലദീ അലൽ മക്തബിൽ ലിൽ മുദരിസി. അൽ കിതാബു ബുക്ക്, അല്ലദീ അലൽ മക്തബി ടേബിളിന്റെ മേലുള്ളതായ. അപ്പൊ ഇവിടെ കിതാബ് മക്തബി. ജീവനില്ലാത്തതല്ല, ഒരു തിങ്ങല്ല വന്നത്, ഒരു സാധനം. അപ്പൊ ഇവിടെ യാതൊരു വരുന്ന അർത്ഥം വെച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല, വിച്ച് യാതൊരു. അതാണ് ഞാൻ ഫസ്റ്റില് പറഞ്ഞത്. ഇവിടെ എന്താണ്? അൽ കിതാബ് Which. എന്താണ്? ഒരു സാധനമാണ്. അപ്പൊ എന്താ ഇവിടെ യാതൊരു വരുന്ന അർത്ഥം വെക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ വിച്ച് എന്നുള്ള അർത്ഥം. അൽ കിതാബു ബുക്ക്, അല്ലദീ ഹലൽ മക്തബി ടേബിളിന്റെ മേലുള്ളതായ, ലിൽ മുദരിസി ആരതാണ്? അധ്യാപകന്റേതാണ്. അപ്പൊ ദ ബുക്ക് വിച്ച് ഈസ് ഓൺ ദി ടേബിൾ ബിലോങ്സ് ടു ദി ടീച്ചർ. അടുത്തത് 3 ടീച്ചർ അവിടെ അല്ലതിക്ക് എന്തുകൊണ്ടാ ഇതില്ലാത്ത? അല്ലതിയോ എന്തില്ലാത്തത്? അർത്ഥം മാറുന്നതാ ഇല്ല, പറഞ്ഞത് അർത്ഥം ടീച്ചർ. അർത്ഥം പറഞ്ഞത് പറയാൻ. ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ അൽ കിതാബ് എന്താണ്? ഒരു സാധനമാണ്, ജീവനുള്ള ഒരു സാധനമാണ് അൽ ആ. കിതാബ് എന്നുള്ളത്. അപ്പൊ എന്താണ് അവിടെ യാതൊരു വരുന്ന അർത്ഥം വെച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ മനുഷ്യനെ എന്താണ് അവിടെ? സൂചിപ്പിക്കുന്നതാണ്. അടുത്ത 3 യാതൊന്ന് വിച്ച്. ലിമൻ ഹാദൽ കലമുൽ ജമീലു الذي ലദീ على അലൽ മക്തബി. المكتب. അലൽ മക്തബി. ലിമൻ ഹാദൽ കലമു ആരുടേതാണ്? ഹാദൽ കലമുൽ ജമീലു ഈ ഭംഗിയുള്ള പേന ആരുടേതാണ്? അല്ലദീ അലൽ മക്തബി ടേബിളിന്റെ മേലുള്ളതാണ്. അപ്പൊ ഹൂസ് ദിസ് ബ്യൂട്ടിഫുൾ പെൻ വിച്ച് ഈസ് ഓൺ ദി ടേബിൾ. അടുത്ത 4 അൽ ബൈത്തുൽ البيت الكبير الذي والذي كبير. في ذلك الشارع بذلك للوزير. ലിൽ വസീർ. വസീർ. അപ്പൊ അൽ ബൈത്തുൽ കബീറു വലിയ വീട്, അല്ലദീ ഫി ദാലിക്കൽ ഷാരി ആ വഴിയിലുള്ളതായ, ലിൽ വസീർ ആരുടേതാണ് അത്? ലിൽ വസീർ മന്ത്രിയുടേതാണ്. സാരിയെ കെസ്റാണോ അയിനന്? ഏതിന്? ആ ഷാരി ഫി ദാലിക്കൽ ഷാരി في വന്നത് ذلك الشارع ദാലിക്കൽ ഷാരി ഫി ദാലിക്കൽ അല്ല ഷാരി വരില്ല. ذلك الشارع. ഫി ദാലിക്കൽ ഷാരി അവിടെ അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ശ്രദ്ധ ഇട്ടിട്ട് കട്ടി കൂട്ടണം. ഫി ദാലിക്കൽ അതെ ഷാരി. അതെ അതെ. ഷാരിയോന്റെ അപ്പൊ അർത്ഥം എന്താണ്? സ്ട്രീറ്റ്, റോഡല്ലേ? റോഡ്, സ്ട്രീറ്റ്. അപ്പൊ എന്താണ് അർത്ഥം? എന്താ വരാ? അൽ ബൈത്തുൽ കബീറു അല്ലദീ ഫി ദാലിക ഷാരിഇ ലിൽ വസീരി ദ ബിഗ് ഹൗസ് വിച്ച് ഈസ് ഓൺ ദാറ്റ് റോഡ് ബിലോങ്സ് ടു ദി മിനിസ്റ്റർ. അടുത്തത് 5 السرير الذي في غرفة خالد مكتوب. അസ്സരീറു കട്ടില്, അല്ലദീ ഫി ഉർഫത്തി ഹാലിദിൻ ഹാലിദിൻ ഇവിടെ എന്താണ്? ഇലാഫത്താണ് കേട്ടോ. ഹാലിദിന്റെ റൂമിൽ ഉള്ളതായ കട്ടിൽ പൊട്ടിയതാണ്. The coat which is on the Khalid's room is broken. പൊട്ടിയതാണ്.
പിന്നെ എന്താ പറയില്ല ബൈത്തുൻ ജദീദുൻ. അതില് ബൈത്തുൻ ആദ്യത്തെ നാമത്തിന് പറഞ്ഞതാണ് മൻഊത്ത്, രണ്ടാമത്തെ വിശേഷണത്തിന് പറയുന്നതാണ്, വിശേഷിക്കപ്പെടുന്നതിന് പറയുന്നതാണ് മൻഊത്ത്. ഏത് നാമത്തിനാണ് നമ്മൾ വിശേഷിക്കപ്പെടുന്നത് ആ നാമത്തിന് മൻഊത്ത് എന്ന് പറയും, വിശേഷണത്തിന് നഅത്ത് എന്ന് പറയും. ഇതില് അൽ മക്തബത്ത് ലൈബ്രറി, അൽ ആൻ നൗ ഇപ്പോൾ, മിർവഹത്ത് അൽ മിർവഹത്തു ഫാന്, അൽ മുസ്തൗസഫു ക്ലിനിക്ക്, അൽ മദ്രസത്തു സ്കൂള്, അൽ വസീറു മിനിസ്റ്റർ, ഷഹീറുൻ ഫേമസ്, ഹാദുൻ ഷാർപ്പ് മൂർച്ചമുള്ളത്, അസാനവിയത്തു സെക്കൻഡറി. വേറെ എന്തെങ്കിലും അർത്ഥം കിട്ടാത്തുണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അർത്ഥം കിട്ടാത്തത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സംശയം ഒന്നുമില്ല, നിർത്തല്ല. തായർ എന്ന് പറഞ്ഞാല് ഫ്ലൈറ്റാ ഉദ്ദേശിക്കുന്നത്? എന്ത് തായർ ഫ്ലൈറ്റ് ആണോ? ഷോയർ ബേർഡ് പക്ഷി, ബേർഡാ? പക്ഷി. ഈ അൽബാൻ എന്ന് പറയുന്നത് ഹംഗ്രി എന്നല്ലേ? കോപം. ആംഗ്രി ഹംഗ്രി ഹംഗ്രി വിശക്കുന്നവന്. ആ അത്തസ്ഥാന ജവാനാ ഹംഗ്രി ജവാന് ജൗആന് വിശക്കുന്നവന് ഹംഗ്രി. എന്റെ സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ട് നിങ്ങൾക്ക്? കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഉം. എനിക്ക് കാണുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മിർവാഹ എന്താണ്? മിർവാഹ മിർവാഹ ഫാന് ഫാന്. ഫാൻ. ഓക്കെ. പിന്നെ ഏത് വാക്കിന് അർത്ഥം കിട്ടാത്തുണ്ടോ? പിന്നെ ഞാൻ ഹോംവർക്ക് എഴുതുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ച് എഴുതാം. എനിക്ക് ഒരു ഡൗട്ട്. യെസ്. 53-ാമത്തെ പേജില് ഇഖ്റയില് 5-ാമത്തെ അതൊന്ന് പറയാമോ? അസ്സരീറു കട്ടിൽ, അല്ലദീ ഫീ അറിയാം, ഉർഫത്തി. അതിന്റെ അവസാനത്തെ ശരീർ എന്താണ്? അല്ലദീ കട്ടിൽ. കട്ടിൽ, അല്ലദീ അത് റിലേറ്റീവ് പ്രോനൗൺ ബന്ധിപ്പിക്കുന്ന, ഫീ ഉർഫത്തിൽ ഹാലിദിൻ. ഇവിടെ ഉർഫത്തിന്റെ ഇലാഫത്താണ് എന്ത്? ഹാലിദിൻ. ഹാലിദിന്റെ റൂമിൽ. അപ്പൊ ഇലാഫത്താണ്. മക്സൂറുൻ പൊട്ടിയതാണ്. മക്സൂറുൻ. അവസാനം മക്സൂറുൻ എന്നാണ് വേണ്ടത് അല്ലെ? മക്സൂറുൻ. ഞാൻ നിർത്തല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. جزاك الله خير. ജസാക്കല്ലാഹ്. وإياكم.